ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഒരുപാട് നാളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ എനിക്കറിയാം, ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാടധികം നാളായി. സോ നിങ്ങളിപ്പോൾ എന്നോട് എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. എന്തോ ചെയ്യാനാ, അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇനി തൊട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ തകർക്കുകയാണ്. സോ വൺ പഞ്ച് മാൻ്റെ സീസൺ 3 റിലീസായിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കാണാൻ വേണ്ടി കുറച്ച് ഞാനത് എക്സ്പെക്റ്റ് ചെയ്തു എന്ന് ഇരുന്ന് പോയത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതൊരു കാട്ട് അപരാധം തന്നെയായിരുന്നു. ഇത് ആനിമേറ്റ് ചെയ്തവനോട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. സോ ഞാൻ കുറച്ചൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോയടേ. കാരണം ഞാൻ കോവിഡ് ടൈമിൽ ഇരിക്കുന്ന സമയത്താണ് ഈ വൺ പഞ്ച് മാൻ എന്ന് പറഞ്ഞ സീരീസ് കാണുന്നത്. അന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു കിട്ടില്ലൻ ആനിമി സീരീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു സീസൺ 3 വരുന്നത്. സോ ഞാൻ കുറച്ചൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോയി ഗൈസ്. ഞാനിതിൻ്റെ ആനിമേഷൻ കാണാൻ വേണ്ടി ഞാൻ മാങ്ക പോലും വായിച്ചില്ല. കാരണം അത്രയ്ക്ക് കിട്ടിലായിട്ട് ഇത് ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. സീസൺ 3ക്ക് അത് വരാൻ വേണ്ടിയുള്ള ഫൈറ്റിൻ്റെ മാങ്ക പാനൽസ് ഒക്കെ നിങ്ങൾ കാണും, നിങ്ങളുടെ കിളി പോയി പോകും. അതുപോലത്തെ കിട്ടിലായിട്ടാണ് അവന്മാർ ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ സീസൺ 3 കണ്ട സമയത്ത് എനിക്കൊരു പാട്ടാ ഓർമ്മ വന്നേ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിയിട്ട് ചോഴി, വേഗം വേദനകൾ മാറും കേട്ടോളി. വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ ഗൈസ്. എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു വൺ പഞ്ച് മാൻ്റെ സീസൺ 3 കുറച്ചൊക്കെ കുളവാകും. കാരണം എന്തുവാ, ഇതിന്റെ പാനൽസ് ഒക്കെ അമ്മാതിരി രീതിയിലാണ് ഇത് വരച്ചൊക്കെ വെച്ചേക്കുന്നത്. ആ സ്ഥലത്തോട്ട് പോയി പോലും ഇല്ല. ഇവന്മാർക്ക് മര്യാദയ്ക്കൊന്നും നടക്കുന്ന കാര്യം പോലും ഇവന്മാർക്ക് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യമാതിരി അപരാധമാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വെറുത്തു പോയി ഞാനിത് കണ്ടിട്ട്. ഇത് ചെയ്തു വെച്ചവനോട് എനിക്ക് വീണ്ടും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ വേറൊരു കാര്യം കേട്ടപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള കിളി പോയി. കാരണം എന്താണെന്നറിയോ, എൻ്റെ ചെയ്യുന്ന ഡയറക്ടറിനെ പിടിച്ചിട്ടാണ് ഇവന്മാർ ഇത് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. വൺ പഞ്ച് മാൻ ഫാൻ ഒരിക്കലും സീസൺ 3 കാണരുത്, ഞാൻ പറയുകയാണ്. ബട്ട് ഇറ്റ് ഈസ് എ ഓക്കെ വാച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ബട്ട് ഒരിക്കലും നിങ്ങളിത് സീസൺ 1 വെച്ചോ 2 വെച്ചോ കമ്പയർ ചെയ്യാനേ പാടില്ല. അടുത്ത് പോയിട്ട് തുമ്പത്ത് പോലും വരത്തില്ല.